നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. വലിയ ഇന്ത്യൻ കപ്പലുകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് എത്താൻ കഴിയാത്ത ആഴക്കടലിലെ മത്സ്യബന്ധനത്തിനാണ് വൻ കപ്പലുകൾ അനുവദിക്കുന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ ഈ മേഖലയിലെ വൻകിടക്കാർക്ക് തീരെഴുതുന്നത് മത്സ്യമേഖലയെ തകർക്കുകയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുഷ്കരമാക്കുകയും ചെയ്യുമെന്ന് അവർ വാദിക്കുന്നു. ഈ വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നോടൊപ്പം കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി പ്രസിഡന്റ് ചാൾസ് ജോർജ്, മത്സ്യമേഖല സംരക്ഷണ സമിതിയിൽ നിന്ന് ജോസഫ് സേവ്യർ കളപ്പുരയ്ക്കൽ, കുസാറ്റ് സ്കൂൾ ഓഫ് മറൈൻ സയൻസസ് മുൻ ഡയറക്ടർ മുഹമ്മദ് ഹത്ത അബ്ദുള്ള, MPDA മുൻ ചെയർമാൻ ഡോക്ടർ KN രാഘവൻ എന്നിവർ. ആദ്യം ശ്രീ ചാൾസ് ജോർജ്, ആഴക്കടൽ മത്സ്യബന്ധനം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ എങ്ങനെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്? ഇത് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ അനുഭവവും ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. 1977-ലും 81-ലും 1991-ലും 2014-ലും വിദേശ കപ്പലുകളടക്കം നമ്മൾ ആഴക്കടലിൽ കൊണ്ടുവരാൻ ഗവൺമെൻറ് തീരുമാനിച്ചതാണ്. ആ നയം പ്രഖ്യാപിക്കാൻ നടപ്പാക്കുകയും ചെയ്തതാണ്. ഇന്ത്യയിലെ വൻകിട കമ്പനികളായ ടാറ്റ, ITC, ഫോർച്യൂൺ പോലുള്ള കമ്പനികൾ 3 കമ്പനികൾ ഫ്ലോട്ട് ചെയ്തു അന്ന്. അത് ഇൻഡോ ഫിഷറീസ്, ഇൻഡോച്ചം ഫിഷറീസ്, ഫോർച്യൂൺ ഫിഷറീസ് എന്ന കമ്പനികളാണ് ഫ്ലോട്ട് ചെയ്തവർ. അതിന് പുറമെ TR ബാലുവിൻ്റെ റൈസിംഗ് സൺ, റൈസിംഗ് സ്റ്റാർ തുടങ്ങിയ കപ്പലുകളും ഉണ്ടായിരുന്നു. അന്തരിച്ച രാജശേഖർ റെഡ്ഡിയുടെ സഹോദരൻ ഭാസ്കർ റെഡ്ഡിയുടെ യദുഗുഡി ഫിഷറീസും ഉണ്ടായിരുന്നു. ഇവരൊക്കെ തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയുടെ ആഴക്കടൽ മാത്രമല്ല, ആഴക്കടലിന് പേരേ ഉള്ളൂ, ആഴക്കടൽ അത്രയൊന്നും മത്സ്യമില്ല, സമ്പത്തില്ല. ഇന്ത്യയിലുള്ള മത്സ്യത്തിൻ്റെ 96% തീരക്കടലും പുറംകടലാണ് കിടക്കുന്നത്. അവിടെ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ 3,15,000 യാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ യാനങ്ങളുടെ രാജ്യം ഇന്ത്യയാണ് സാർ. അതിന് തൊട്ടപ്പുറത്ത് പ്രവർത്തിക്കാം. ആഴക്കടൽ ആകെ മത്സ്യബന്ധനം വെറും 4% മാത്രമാണ്. വിശാലമായ ആഴക്കടലിൽ ഈ 4% മത്സ്യം പിടിക്കുക എളുപ്പമല്ല, ലാഭമല്ല. അതിനധികം എണ്ണ ചിലവാക്കേണ്ടി വരും. അതിനുള്ള പാങ്ങ് ആർക്കുമില്ല. എത്ര വൻകിട വ്യവസായം നടക്കില്ല. ആ വ്യവസായം അങ്ങനെ പരാജയപ്പെട്ടു പോയതാണ്. 1981-ൽ വിശാഖപട്ടണത്ത് ഈ കപ്പലുകൾ അനുവദിച്ചു. അവർ പ്രവർത്തിച്ച ആഴക്കടലാണ്, തീരക്കടലിൽ പ്രവർത്തിച്ചു. തീരക്കടലിൽ സാധാരണക്കാരായ ബോട്ടുകാരോടും വള്ളക്കാരോടും സംഘർഷമായി. അങ്ങനെ മീൻ പിടിച്ചതും അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നില്ല. അവസാനം അവർ സിംഗപ്പൂരിലേക്ക് പോയി. പടിപടിയായി ആ പ്രവർത്തനം നിലച്ചു. 1991-ൽ ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ പുത്തൻ സാമൂഹിക നയത്തിൻ്റെ ഭാഗമായി പുത്തൻ ആഴക്കടൽ മത്സ്യബന്ധന നയം പ്രഖ്യാപിച്ച് കപ്പലുകളെ കൊണ്ടുവന്ന് വീണ്ടും. അന്ന് ഞങ്ങളൊക്കെ കൂടി ഇന്ത്യ മുഴുവൻ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും കാണാത്ത ആർജവത്തോടെ അതിശക്തമായ സമരം നടത്തി. ആ പക്ഷത്തെ തുടർന്ന് ഗവൺമെൻറ് മുരാരി കമ്മിറ്റി വെച്ചു. മുരാരി കമ്മിറ്റി പറഞ്ഞു, ഇനി മുതൽ വൻകിടക്കാർക്ക് കപ്പലുകൾ കൊടുക്കരുത്. 97-ലാണ് അംഗീകരിക്കുന്നത്. പകരം ഇന്ത്യയിലെ സമ്പന്നമായ വിപുലമായ മത്സ്യത്തൊഴിലാളികളുണ്ട്, അവർക്ക് കപ്പൽ കൊടുക്കണം, അവർക്ക് വള്ളങ്ങൾ കൊടുക്കണം, അവരുടെ യാനങ്ങളെ ആധുനീകരിക്കണം, അതിനെ കോപ്പറേറ്റൈസ് ചെയ്യുന്ന ആൾ പ്രപ്പോസൽ വെച്ചു. അത് ഗവൺമെൻറ് അംഗീകരിച്ചാണ് 1997-ൽ. നിങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ, ആഴക്കടലിൽ അവർ മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. ഇന്ത്യയിൽ നമ്മുടെ ഈ സംസ്ഥാനത്തിൽ ഒട്ടടുത്ത് തുത്തൂർ ഫിഷറിമുണ്ട്. 1000-ഓളം ബോട്ടുകളുണ്ട് അവരുടെ. 1000-ഓളം ബോട്ടുകൾ അതിർത്തി അറിയാമോ? ആ വടക്ക് ഒമാനിലും തെക്ക് DOC വരെ പോയി അവർ മീൻ പിടിക്കുന്നു. അങ്ങനെയുള്ള സമയത്ത് പറയുന്നത് ഇവർക്ക് മീൻ പിടിക്കാനുള്ള കഴിവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ കപ്പലുകൾ കൊണ്ടുവരുന്നത് എന്ത് ന്യായമാണ് ഇരിക്കുന്നത്? ഇപ്പോൾ തന്നെ ഇന്ത്യ മഹാസമുദ്രത്തിൽ IOTC എന്നൊരു സ്ഥാപനമുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിച്ച സ്ഥാപനമാണ്. അവർ പറയുന്നു, നമ്മൾ പിടിക്കുന്ന നമ്മുടെ 1000-ഓളം ചെറുകിട ബോട്ടുകളുണ്ട്, വെറും 20 മീറ്റർ മാത്രം നീളമുള്ള ബോട്ടുകളാണ്. അവർ പോയി ഒമാൻ വരെ പോയിട്ട് മീൻ പിടിക്കുന്നത്. അങ്ങനെ പിടിച്ചിട്ട് പോലും നമ്മൾ ചെറുകിട മത്സ്യബന്ധനം നടത്തുന്നത്. എന്നിട്ട് പോലും ഇന്ത്യയിലെ ബ്ലൂഫിൻ ട്യൂണ,
യെല്ലോഫിൻ ട്യൂണ, ബിഗ് ഐ ട്യൂണ തുടങ്ങിയ ട്യൂണകളുടെ അതിർത്തി കടന്നിരിക്കുന്നു. സസ്റ്റൈനബിലിറ്റിയുടെ അതിർത്തി കടന്നു അയാൾ പറഞ്ഞിരിക്കുകയാണ്. നമ്മളല്ല പറയുന്നത്, IOT ഇതുപോലുള്ള സ്ഥാപനങ്ങളാണ്. ലോകത്ത് ഒരു രാജ്യത്തും വ്യവസായ മത്സ്യബന്ധനം ഇന്ന് സുസ്ഥിരമല്ല, ലാഭകരവുമല്ല. നിങ്ങൾ ചൈനയെക്കുറിച്ച് പറഞ്ഞല്ലോ. ചൈന എങ്ങനെ പ്രവർത്തിക്കും നിങ്ങൾക്കറിയാമോ? ഒരു കപ്പലിന് ഒരു മാസം $10,000 സബ്സിഡി. 270 മണിക്കൂർ ഒരു മാസം പ്രവർത്തിക്കുന്ന ഒരു കപ്പലിന് $10,000 സബ്സിഡി കൊടുക്കുന്ന ആ രാജ്യം. എന്നിട്ട് പോലും അവരിപ്പോൾ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. ലോക ഭക്ഷ്യസംഘടന, ആരോഗ്യ സംഘടന, ലോക WTO സമ്മേളനം വിളിച്ചു ചേർത്തിട്ട് അവർ പറഞ്ഞു, ഈ മത്സ്യങ്ങൾ തകർന്നു പോയിരിക്കുകയാണ്. ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം മത്സ്യവും തകർന്നു തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ വ്യവസായ മത്സ്യബന്ധനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് കരാറുണ്ടാക്കിയിരിക്കുകയാണ്. അതിന് 167 രാജ്യങ്ങളിൽ 111 രാജ്യങ്ങൾ ഒപ്പിട്ടാൽ അത് കരാറാകും. ലോകത്തെ പ്രധാനപ്പെട്ട 10 ഇനം മത്സ്യങ്ങൾ ഏറെക്കുറെ തകർന്ന് അരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തെ IUCN എന്നൊരു സ്ഥാപനത്തിൻ്റെ കണക്കുണ്ട്. ആ കണക്ക് പ്രകാരം ലോകത്തുള്ളതിൽ വെച്ച് 1616 മത്സ്യയിനങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. അതിൽ 930 മത്സ്യങ്ങൾ തകർന്നു കഴിഞ്ഞിരിക്കുന്നു. 666 ഗുരുതരമായ ഭീഷണിയിലാണ്. നമ്മൾ പറയുന്നതല്ല, ലോകത്തിൻ്റെ മാനപ്പെട്ട ഗവേഷണ സ്ഥാപനം IUCN പറയുന്നതാണ്. ഈ സാഹചര്യത്തിലാണ് യൂറോപ്പ് അടക്കമുള്ള രാജ്യങ്ങൾ അവർ വലിയ സബ്സിഡി കൊടുക്കുന്നതാണ്. ചൈന ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന രാജ്യമാണ്. അമേരിക്ക ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന രാജ്യമാണ്. യൂറോപ്യൻ യൂണിയൻ ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുക്കുന്ന രാജ്യമാണ്. അവരൊക്കെ ചേർന്ന് തീരുമാനത്തിലെത്തിയിരിക്കുന്നത്, ഞങ്ങൾ ഇനി മത്സ്യബന്ധനം നടത്തില്ല, ഞങ്ങളുടെ കപ്പലുകൾക്ക് ഞങ്ങൾ സബ്സിഡി കൊടുക്കില്ല. അത് മാത്രം ലാഭകരമല്ലാത്തതിൻ്റെ പേരിൽ പല കപ്പലുകളും അട്ടത്തിരിച്ചു വെച്ചിരിക്കുകയാണ് സാർ. ശരി, ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഇവരെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇത് ഈ മേഖലയെ തകർക്കുമെന്ന് മാത്രമല്ല, തീരക്കടലിലേക്ക് പ്രവർത്തിക്കും. ആഴക്കടലിൽ മീനില്ലാത്തതുകൊണ്ട് തീരക്കടലിലൊന്ന് പ്രവർത്തിക്കും. ലോകത്ത് നിന്ന് മത്സ്യം ലഭിക്കുന്ന 2 കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണല്ല. 2 കടൽ ഇന്ത്യയിലാണുള്ളത്. ബംഗാൾ കടലും അറബിക്കടലും അത് അവർ പരിശൂന്യമാക്കും. അതുകൊണ്ട് ഈ പ്രവർത്തനം ഞങ്ങൾ എന്ത് വിലയോട് നമ്മൾ ചെറുക്കാൻ തീരുമാനിച്ചു. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മുഹമ്മദ് ഹത്ത അബ്ദുള്ള, നിലവിൽ ഉപയോഗിക്കാത്തതോ വേണ്ടത്ര ചൂഷണം ചെയ്യപ്പെടാത്തതോ ആയ ആഴക്കടൽ മത്സ്യബന്ധന വിഭവങ്ങൾ എന്തൊക്കെയാണ്? അവയുടെ സാധ്യത എത്രത്തോളം പ്രധാനമാണ്? കേൾക്കാമോ? ശ്രീ ചാൾസ്, നിങ്ങൾ വിഭാവനം ചെയ്യുന്ന കടലിൻ്റെ അതിർത്തികൾ ഏതൊക്കെയാണ്? ആഴക്കടൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വലിയതും ചെറുതുമായ കപ്പലുകൾക്കായി വിഭാവനം ചെയ്യുന്ന അതിർത്തി എന്താണ്? ഇന്ത്യ മുതൽ എല്ലാ രാജ്യങ്ങൾക്കും 200 നോട്ടിക്കൽ മൈൽ വരെ വരുന്ന കടൽ, അതായത് 370 കിലോമീറ്റർ ഇവിടുന്ന് സ്കെയിൽ വെച്ച് അളക്കുക. അത്രയും കടൽ നമ്മുടെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണാണ്. പരമ ആർത്ഥികമായ കടലാണ്. അതിനും അപ്പുറത്ത് 200 നോട്ടിക്കൽ മൈലുണ്ട്. അത് ABNJ എന്ന് പറയും, ഏരിയ ബിയോണ്ട് നാഷണൽ ജൂറിസ്ഡിക്ഷൻ. അവിടെ നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അതിനും അപ്പുറത്താണ് നമ്മൾ ഇന്ന് പറയുന്ന ഓഷ്യാനിക് വാട്ടേഴ്സ് അല്ലെങ്കിൽ ഡീപ് സീ വാട്ടേഴ്സ് എന്നറിയപ്പെടുന്ന പ്രദേശം കിടക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ മീനുകൾ കുറവാണ് സാർ. അവിടെ കുറച്ചുള്ളത് ഓഷ്യാനിക് പർപ്പിൾ ബാക്കഡ് സ്ക്വിഡ് ഉണ്ട്, കുറഞ്ഞ അളവിൽ ഈ ഇതുണ്ട്, ട്യൂണകളുണ്ട്, വേറെ മത്സ്യമൊന്നുമില്ല. പിന്നെ ഉള്ളത് നമ്മൾ പിടിക്കാത്ത മീനുകളാണ്. അതായത് ബിക്ടോഫിഡ് എന്ന് പറയും. ഇറാൻ ഇവിടെ വന്ന് പിടിക്കുന്നുണ്ട്, നമുക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എണ്ണയുള്ളതുകൊണ്ട് അത് പിടിക്കുന്നില്ല നമ്മൾ. അത് വലിയ രീതിയിലുള്ള മത്സ്യത്തീറ്റയ്ക്ക് ഉപയോഗിക്കുന്നതാണ്. അത് പിടിച്ചാൽ നമ്മൾ കൊണ്ട് നഷ്ടമാണ്, ലാഭകരമല്ല. അതിന് വലിയ രീതിയിൽ സബ്സിഡി കൊടുക്കേണ്ടി വരും. യഥാർത്ഥത്തിലൊരു നഷ്ടക്കച്ചവടത്തിൽ ഗവൺമെൻറ് തയ്യാറായിരിക്കുകയാണ്. ഇന്ത്യയിൽ ഞങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു. കഴിഞ്ഞ 15-ാം തീയതി അതിൻ്റെ ചർച്ച വെച്ചു. ആ ചർച്ചയിൽ പങ്കെടുത്ത നിർഭാഗ്യവാനായ ഒരേ ഒരു മത്സ്യത്തൊഴിലാളി സംഘടനാപ്രവർത്തകൻ ഞാൻ മാത്രമായിരുന്നു. ആ ചർച്ചയിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ആ ചർച്ചയിൽ മുഴുവൻ പേരും പങ്കെടുത്തത് വൻകിടക്കാർ മാത്രമായിരുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മുഹമ്മദ് ഹത്ത അബ്ദുള്ള, താങ്കൾക്ക് കേൾക്കാമോ? എനിക്ക് നിങ്ങളുടെ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കാം. ശരി, ഞാൻ ചോദിച്ചത് നിലവിൽ ഉപയോഗിക്കാത്തതോ ചൂഷണം ചെയ്യപ്പെടാത്തതോ ആയ ആഴക്കടൽ മത്സ്യബന്ധന വിഭവങ്ങൾ എന്തൊക്കെയാണ്? അവയുടെ സാധ്യത എത്രത്തോളം പ്രധാനമാണ് എന്നാണ്. അതായത് മിക്ടോഫിഡ്സ് എന്ന് പറയുന്ന, അതായത് ഒരു ലാൻഡ് ആൻഡ് ഫിഷ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു ഡീപ്പ് വാട്ടർ ഫിഷറി എന്ന് പറഞ്ഞ സാധനം. അതൊരു ഹൈ ക്വാളിറ്റി ഇല്ലെങ്കിൽ കമേഴ്ഷ്യലി അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്പീഷീസ് ഒന്നുമല്ല. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രോളർ വിത്ത് ഫ്രീസിങ് കപ്പാസിറ്റി അവര് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി
മോറലെസ് ഡിസ്ട്രക്റ്റീവ് ആണ്, ഇറ്റ് ഈസ് ഔട്ട്ഡേറ്റഡ് ആണ്. ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഏറ്റവും ഫസ്റ്റ് ലെവലിൽ നോർവേ ഒക്കെയാണ് അതിൻ്റെ അകത്ത് ലീഡ് ചെയ്തിരുന്നത്. നോർവേ ബേസിക്കലി അതിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് പിൻവാങ്ങി. ദി റീസൺ ബീങ് ഈ പറഞ്ഞ എസ്പെഷ്യലി ഇപ്പം നമ്മുടെ കോസ്റ്റൽ ആയിട്ടുള്ള ആൾക്കാരും ഫിഷർമെനും ബേസിക്കലി സപ്പോർട്ടിങ് ഫോർ ദെയർ ലൈവ്ലിഹുഡ് ഇഷ്യൂ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കിട്ടുന്ന മീനാണ്. ഇത് ഇവര് പോയി പിടിക്കുന്നത് ഒരു ഫ്യൂ മന്ത്സ് അവിടെ സ്റ്റേ ചെയ്യുന്നു, കംപ്ലീറ്റ് സാധനങ്ങൾ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് പിടിച്ചെടുക്കുന്നു. സോ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് ഫിഷിന്റെ അവൈലബിലിറ്റിയോ ഇല്ലെങ്കിൽ ഫിഷർമെന് ഒരു ലൈവ്ലിഹുഡ് മീറ്റ് ചെയ്യാവുന്ന എബിലിറ്റിയും എല്ലാം നഷ്ടപ്പെടുന്നത് അതിന്റെ ഒരു വൺ സൈഡ്. ബട്ട് ലാർജർ സൈഡ് ലോകത്തിലെ എല്ലാ ക്യാപ്ചർ ഫിഷറീസും രണ്ട് ടൈപ്പ് ഫിഷറിയാണുള്ളത്. ക്യാപ്ചർ ഫിഷറി എന്ന് പറയുന്നത് നമ്മൾ വൈൽഡിൽ നിന്ന് പിടിക്കുന്നു. അത് കടലാകാം, പുഴയാകാം, കായലാകാം, നദിയാകാം, വേറെ ക്യാപ്ചർ ഫിഷറി. നിങ്ങൾ പോകുന്നു, അവിടുന്ന് പിടിക്കുന്നു. അല്ലാത്തത് കൾച്ചർ ഫിഷറീസ്. നിങ്ങൾ അക്വാകൾച്ചർ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് മീനെ വളർത്തുന്നു, ചെമ്മീനെ വളർത്തുന്നു, ഞണ്ടിനെ വളർത്തുന്നു, കക്കേനെ വളർത്തുന്നു, നിങ്ങൾ പിടിക്കുന്നു, നിങ്ങൾ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നു. ദിസ് ഈസ് വെരി ഗുഡ്. അതായത് ലോകത്തിലെ എല്ലാ മേജർ ക്യാപ്ചർ ഫിഷറീസും ഇൻ ഡിക്ലൈൻ ആണ്. ഡിക്ലൈൻ എന്ന് വെച്ചാൽ സീരിയസ് ഡിക്ലൈൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ സസ്റ്റൈനബിൾ അല്ലാത്ത ഫിഷിംഗ് പ്രാക്ടീസസിനെ മിക്കവാറും ഡെവലപ്ഡ് കൺട്രീസ് എല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിലിറ്റി എങ്ങനെ കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കൾച്ചർ പ്രാക്ടീസസ് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ഗിഫ്റ്റ് ചെയ്ത് ലോപ്പിയനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ചെമ്മീൻ, ആന്ധ്ര ഈസ് ദി ബിഗസ്റ്റ് സ്റ്റേറ്റ് വിച്ച് ഈസ് പ്രൊഡ്യൂസിങ് ഓൾമോസ്റ്റ് 22% ഓഫ് ഇന്ത്യൻ ഫിഷറി. അത് വനാമൈറ്റ് ഷ്രിമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഞണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സീബാസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കരിമീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൾച്ചർ ബേസ്ഡ് ആണ്. അപ്പോൾ ഈ കൾച്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഫിഷറി ഈസ് ഗ്രോയിങ് വെരി നൈസ്ലി വേൾഡ് ഓവർ, വിച്ച് ഈസ് ഓക്കെ. ബിക്കോസ് നമ്മൾ തന്നെ ഒരു സിസ്റ്റം ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വളർത്തി വലുതാക്കി തീറ്റ കൊടുത്ത് പിടിച്ചെടുക്കുകയാണ് ഒരു കറക്റ്റ് ടൈമിൽ. മറ്റത് ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നാച്ചുറൽ എൻവിറോൺമെന്റിൽ എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പിൽ നിന്ന് കുറെ ആൾക്കാരെ ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് പിടിക്കുന്നതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള കുറച്ച് സാധനത്തിന് ഉപയോഗിക്കുകയും ബൈക്യാച്ച് ആയിട്ടുള്ള ഇപ്പൊ ഈ കാണിക്കുന്ന പടം തന്നെ അത്രയും ബേർഡ്സ് പുറകിലുള്ളത് മുഴുവൻ ബൈക്യാച്ച് ഫിഷിനെ ഫീഡ് ചെയ്യാനാണ്. ഈ ബൈക്യാച്ച് ഫിഷ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഒരു കമേഴ്ഷ്യൽ ട്രോളറിന് എക്കണോമിക് വാല്യൂ ഇല്ലാത്തൊരു സാധനം മാത്രമാണ്. മറ്റേ നാച്ചുറൽ സിസ്റ്റത്തിൽ ഇറ്റ് ഹാസ് ഗ്രേറ്റ് വാല്യൂ. ഈ പറഞ്ഞ കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ട്രാഷ് ഫിഷിനെ അല്ലെങ്കിൽ ബൈക്യാച്ച് ഫിഷിനെ തിന്നിട്ടാണ് പല എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിഷും വളരുന്നത്. ഇല്ലെങ്കിൽ ഓവറോൾ ഫുഡ് ചെയിനിൽ ഇതിൻ്റെയൊക്കെ റോള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദി ഇഷ്യൂ ഈസ് അൺസസ്റ്റൈനബിൾ ആയിട്ട് ഉള്ള ഒരു ക്യാച്ചിങ് പ്രാക്ടീസ് തന്നെയാണിത്. ആ പ്രാക്ടീസ് നമുക്ക് പറയാം. ഇപ്പൊ സപ്പോസ് നമ്മൾ പറയുന്ന ഇപ്പൊ ഇന്ത്യൻ എക്കണോമിക് സോണിന്റെ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നമ്മൾക്ക് പിടിക്കാൻ പറ്റാത്ത ഇല്ലെങ്കിൽ സാധാരണ ഒരു ഓർഡിനറി ഫിഷർമാന് പിടിക്കാൻ പറ്റാത്ത സാധനം പിടിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ ലോജിക്കലി നമുക്ക് കറക്റ്റ് ആയിട്ട് തോന്നാം. പക്ഷെ അതിൻ്റെ അത് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനം ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ഒന്നുമില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുകയും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള നെറ്റ്വർക്കിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ സസ്റ്റൈനബിൾ അല്ല എന്നുള്ളത് ക്ലിയർ ആണ്. ബിക്കോസ് ദേ ആർ ക്യാച്ചിങ് ഇമ്മച്ചുർ വൺസ്, അഡൽട്ട് വൺസ്, ഇൻഡിസ്ക്രിമിനേറ്റ് കമേഴ്ഷ്യൽ വാല്യൂ ഉള്ളത് ഇല്ലാത്തത്. അപ്പൊ ഇത് സീരിയസ് ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയാണ് ലോകത്തിലെ എല്ലാ ലീഡിങ് ഫിഷറീസ്. അത് ഗ്രാൻഡ് ബാങ്ക്സിലാണെങ്കിലും അതെ, നോർവീജിയൻ കോസ്റ്റിലാണെങ്കിലും അതെ, പെറൂവിയൻ സിസ്റ്റത്തിലാണെങ്കിലും അതെ, അറ്റ്ലാന്റിക്കിലാണെങ്കിലും എവരിവെയർ ഇറ്റ് ഈസ് ഇൻ ഡിക്ലൈൻ. ശരി. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പലയിടത്തും സ്റ്റോപ്പ് ചെയ്തേക്കാണ്. ഇറ്റ്സ് നോട്ട് എ വെരി അഡ്വൈസബിൾ തിങ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസഫ് സേവ്യർ, വലിയ ഇന്ത്യൻ കമ്പനികളെ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുവദിക്കുന്ന നടപടിയെ എങ്ങനെ വിലയിരുത്തുന്നു? ഇവിടെ ഇപ്പൊ നമ്മുടെ ഇൻഡിജിനസ് വെസൽസ് എന്ന് പറഞ്ഞാൽ അത്ര വലുതൊന്നുമല്ല. 20-25 മീറ്റർ വലിപ്പമുള്ള ബോട്ടുകളാണ് നമുക്കുള്ളത്. അതിന്റെ മത്സ്യബന്ധനം എന്ന് പറഞ്ഞാൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പ്രത്യേകിച്ച് ഈസലിന് പുറത്ത് പിടിച്ചെടുക്കാവുന്ന മത്സ്യസമ്പത്ത് കാര്യമായിട്ടൊന്നുമില്ല, 4% മാത്രമേ ഉള്ളെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഫീഡ്ബാക്ക്. പക്ഷെ നിർഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ചൈനയുടെയും കൊറിയയുടെയും അവർ വെസൽസ് ഇവിടെ വന്ന് 1.5 ലക്ഷം വാട്സിലെ ലൈറ്റ് കേൾക്കാം, പറഞ്ഞോളൂ. ശരി, സാങ്കേതിക തടസ്സമുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ചാൾസ് ജോർജ്, പരമ്പരാഗത മത്സ്യബന്ധന മേഖലകളിൽ
വലിയ ആഴക്കടൽ കപ്പലുകൾ അതിക്രമിച്ചു കയറാനുള്ള സാധ്യത നിങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ടോ? ഇത് തടയാൻ നിലവിലുള്ള സംവിധാനങ്ങൾ മതിയാകുന്നതാണോ? മുൻകൂട്ടി കാണുന്ന വിഷയമല്ല സാർ, ഇത് അനുഭവമാണ്. 1981 വിശാഖപട്ടണത്ത് വൻകിട കപ്പലുകൾ അനുവദിച്ചു. ജോയിൻറ്റ് വെഞ്ചേഴ്സായിരുന്നു. അവർ 50 മീറ്റർ ആഴത്തിനപ്പുറത്ത് പ്രവർത്തിക്കണമെന്ന് നിയമം എഴുതി വെച്ചത്. പക്ഷേ 50 മീറ്റർ ആഴത്തിനപ്പുറത്ത് അവിടെ മീനില്ലല്ലോ. അവരൊക്കെ തീരക്കടലൊന്ന് പ്രവർത്തിച്ചു. അവിടുത്തെ എല്ലാ ബോട്ടുകാരും പ്രതിസന്ധിയിലായി. അങ്ങനെ അവർ വലിയ സമരമുണ്ടാക്കി. അപ്പോൾ ഈ ബോട്ടുകാർ ഈ വലിയ കപ്പലുകൾ പിടിച്ചിട്ട് നേരെ സിംഗപ്പൂരേക്ക് മീൻ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അങ്ങനെ ആ സിസ്റ്റം പരാജയപ്പെട്ടു 81. 91 ന്യൂ ഡീപ് സീ ഫിഷിംഗ് പോളിസിയുടെ പേരിലും കൊണ്ടുവന്നു. അപ്പോഴും ഞങ്ങൾ ചേർത്തു. 2014 മീനാകുമാരിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 278 കപ്പലുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഒരു കണക്കും പറയുന്നില്ല എത്ര മീനുണ്ട്, അത് പിടിക്കാൻ എത്ര കപ്പൽ വേണമെന്നൊരു കണക്കും പറയുന്നില്ല. ഒരു കണക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് 2028 ആകുമ്പോഴേക്കും 5 ലക്ഷം ടൺ മീൻ പുറത്ത് പിടിക്കാമെന്നാണ് കണക്കൂടുന്നത്. എത്ര കപ്പൽ വേണമെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അത് പിടിക്കാൻ വേണ്ടി 4 ലക്ഷം വാട്ടുള്ള വൈദ്യുതി വിളക്ക്, നിങ്ങളിരിക്കുന്ന ഞാൻ ഇരിക്കുന്ന വെട്ടമല്ല, 4 ലക്ഷം വാട്ട്, 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വാട്ട് വരെ പ്രകാശമുള്ള കപ്പലുകളാണ് വരുന്നത്. ആ പ്രകാശത്തിൽ ആകൃഷ്ടരായി നമ്മുടെ പുറംകടലിൽ പ്രവർത്തിക്കുന്ന ബോട്ട്, നേരത്തെ ബോട്ടുകാർ സംസാരിച്ചത്, ആ ബോട്ടുകളിലെ പിടിക്കുന്ന മീനുകളടക്കം അങ്ങോട്ട് പോകും. ഉദാഹരണത്തിന് ജാക്ക് മാക്കറൽ, വിവിധ ഇനം ട്യൂണകൾ, ഓലക്കൊടി, തള, കട്ടക്കൊമ്പൻ, മോത, ഇതൊക്കെ നമ്മുടെ തൊഴിലാളി പിടിക്കുന്നതാണ് കേട്ടോ. ആഴക്കടലിൽ പോയി ചൈനയുമായും ഇറാനുമായും തായ്പേയുമായും തായ്ലൻഡുമായും ഇന്തോനേഷ്യയുമായിട്ട് മത്സരിച്ച് പിടിക്കുകയാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ഈ ഇന്തോനേഷ്യ, തായ്ലൻഡ്, തായ്പേയ് തുടങ്ങിയ 5 രാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയൻ അവർ ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് മത്സ്യം പിടിക്കുന്നതിൻ്റെ പേരിൽ ഇന്ന് മഞ്ഞക്കാട് കൊടുത്തിരിക്കുകയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ മേടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതാണ് ലോകത്തിൻ്റെ അവസ്ഥ. നമ്മളും അമേരിക്കയുടെ വിവേചനത്തിൻ്റെ ഭാഗമായി കടലാമയെ പിടിക്കാത്ത നമ്മൾ കടലാമയുടെ പേരിൽ വിവേചനം നേടുന്നവരാണ്. അരൂരിലെ ചില ഫാക്ടറികൾ തന്നെ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ സാമ്രാജ്യത്വ നയമാണ്. നടക്കുന്നത് പച്ചയായിട്ടുള്ള കൊള്ളയാണ്. ആ കൊള്ളയ്ക്ക് ഇംഗ്ലീഷിൽ നല്ലൊരു പാട്ട് നിങ്ങൾ പറയും, പ്രിമിറ്റീവ് അക്യൂമുലേഷൻ ഓഫ് ക്യാപിറ്റൽ നടക്കുന്നു. അത് ദന്തേവാദയിലും അന്നിപ്പോൾ ആസാമിലും അതുപോലെ ജാർഖണ്ഡിലെ ഗോണ്ടയിലും നടക്കുന്നത്. അങ്ങനെ ആദിവാസികൾ അവിടെ നിഷ്കാസനം ചെയ്ത് ആ ഭൂമി മുഴുവൻ പിടിച്ച് അദാനിക്ക് കൊടുത്തതുപോലെ അദാനിക്കും അംബാനിക്കും ITCക്കും ടാറ്റയ്ക്കും നമ്മുടെ കടൽ തിരയുന്ന ഏർപ്പാടാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തൊരു രാജ്യം ഇത്രയധികം കപ്പലില്ല, ബോട്ടുകളില്ല. 3,15,000 യാനങ്ങൾ, ഇവരിൽപ്പെട്ട 40 ലക്ഷം മത്സ്യത്തൊഴിലാളികൾ, സജീവ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവരുടെ പോയി ജീവിക്കും, അവർക്കെന്ത് മീൻ കിട്ടും? ഇപ്പോൾ തന്നെ കേരളത്തിൽ വർഷമാണല്ലോ, കാലവർഷമാണല്ലോ, ഇത്ര ദിവസത്തോട്ട് ഒരു ബോട്ട്, ഒരു വഞ്ചിക്കും ഒന്ന് ചുക്കും കിട്ടിയിട്ടില്ല. വഞ്ചി അത് കാരണം ചാളയ്ക്ക് എപ്പോഴും 1 കിലോ ചാളയ്ക്ക് 420 രൂപയുടെ വില. ഈ കാലവർഷം നമ്മളെ ചതിച്ചിരിക്കണം ഇപ്പോഴും. അല്ലാത്ത മാസങ്ങളിൽ മീനുമില്ല. ഈ കപ്പൽ കൂടി വന്നാൽ എന്തായിരിക്കും ഉണ്ടാകുക? അവർ നേരത്തെ ഹത്തദാർ പറഞ്ഞില്ലേ, ഇൻഡിസ്ക്രിമിനേറ്റായിട്ട് വിവേചനരഹിതമായി എല്ലാത്തരം മീനും പിടിക്കും, ആവശ്യമായത് സംസ്കരിച്ച് കൊടുക്കും. അത് ഇവിടെ കൊണ്ടുവരണമെന്നില്ല. പുറം രാജ്യത്ത് വരുന്ന കളക്ടർ വെസൽസിലേക്ക് അവർ മിഡ് സീ ട്രാൻസ്ഫർ നടത്തും, ബാക്കി വരുന്ന കടലിൽ തള്ളും, ഡിസ്കാർഡ് എന്ന് പറയും. ഇതൊക്കെ അങ്ങേറ്റം വിനാശകരമാണ്. നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് എത്താൻ കഴിയാത്ത മേഖലകളിലാണ് ആഴക്കടൽ മത്സ്യബന്ധനം അനുവദിക്കുന്നത് എന്നാണല്ലോ. ഒരിക്കലുമല്ല സാർ. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തൊഴിലാളികൾ അതിർത്തി ലംഘിച്ച് ഒമാനാണ് അവരുടെ വടക്കേ അതിർത്തി. ഞാൻ അവരുടെ തൊഴിലാളി യൂണിയൻ പ്രവർത്തകനാണ്. തുത്തൂർ ഫിഷർമെൻ 1000 ബോട്ടുകളുണ്ട്. ലോകത്തുള്ള ഏറ്റവും നല്ല സീ ഫെയറിംഗ് കമ്മ്യൂണിറ്റിയാണ്. തിരുവനന്തപുരം ജില്ലയുടെ തൊട്ട് തെക്ക് വെച്ചുള്ള അവർ 1000 ബോട്ടുകൾ, ചെറിയ ബോട്ട് 20 മീറ്റർ മാത്രമേ നീളമുള്ളൂ. ആ ബോട്ടുകൾ വടക്ക് ഒമാൻ വരെ പോയി മീൻ പിടിക്കുകയാണ്. ഒമാൻ ഏത് രാജ്യമാണെന്നറിയാമോ? ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ കിടന്നാണ് ഒമാൻ കിടക്കുന്നത്. അവിടെ പോയി മീൻ പിടിക്കുകയാണ്. തെക്ക് ഡിയോഗാർച്ചയിൽ പോയി മീൻ പിടിക്കുവർ. കുറേ പേര് അവർ അറസ്റ്റ് ചെയ്യും. അങ്ങനെ ചിലപ്പോൾ പൊതുമാപ്പ് കൊടുത്ത് വിടും. അങ്ങനെയൊക്കെ നടക്കുന്നത്. അത്രയും ദൂരെ പോയി മീൻ പിടിക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയും കഴിവുമുള്ള തൊഴിലാളികൾ ഇന്ത്യയിൽ കേരളത്തിലുള്ളപ്പോൾ നമ്മളെന്തിനു ഇവരെ കൊണ്ടുവരണം ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ യോഗത്തിൽ പറഞ്ഞു, സാർ ഞാൻ പറഞ്ഞ കാര്യം അറിയാമോ, നമ്മുടെ രാജ്യത്ത് ഇത്രയും തൊഴിലാളികളുണ്ട്, 1000-ഓളം ബോട്ടിൽ ആഴക്കടലിൽ പോകുന്നവരുണ്ട്. അവരെ നിങ്ങൾ ശാക്തീകരിക്കണം, അതിനെ മോഡേണൈസ് ചെയ്യണം. അവർ കൊണ്ടുവരുന്ന മീൻ ചീഞ്ഞ് പോകരുത്. അതിന് അവർക്ക് ആധുനികമായ ഫ്രീസിങ് കപ്പാസിറ്റി കൊടുക്കണം, ബീറ്റ് വാട്ടർ ട്രോളിംഗ് ഫെസിലിറ്റി കൊടുക്കണം, ആധുനിക വാർത്താവിനിമയ സംവിധാനങ്ങളെ അവരെ ബന്ധിപ്പിക്കണം. അങ്ങനെ ചെയ്താൽ നമുക്ക് സത്യങ്ങളോട് മീനും പിടിക്കാൻ പറ്റും, തൊഴിൽ നടക്കും. ഇപ്പോൾ ഈ തൊഴിലാളികൾ മുഴുവൻ ഇരുട്ടിലാക്കിക്കൊണ്ട് നമ്മൾ ആരൊക്കെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമാക്കിയിട്ട് സർക്കാർ. ഞാൻ പറയട്ടെ ഉദാഹരണം പറയാം. ഞാൻ പങ്കെടുത്ത യോഗത്തിൽ 100 ബോട്ടുകളുടെ ഉടമ ഗുജറാത്തിൽ പങ്കെടുത്ത്. ഞാൻ പറഞ്ഞു ഈ മേഖലയെ കോർപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു. കോർപ്പറേറ്റീവ്സ് അല്ല, കോഓപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഫിഷറി സെക്രട്ടറി പറഞ്ഞു അതാണ് നമ്മൾ ആലോചിക്കുന്നത്.
അപ്പോൾ ഇയാൾ കയറി പങ്കെടുക്കുന്ന അയാൾ പറഞ്ഞ് എനിക്ക് 100 ബോട്ടുണ്ട്, അത് എനിക്ക് എൻ്റെ പോലെ ബോട്ടുള്ള 10-15 പേര് ഞാൻ കൂട്ടിച്ചേർത്ത് ഒരു സൊസൈറ്റി ഉണ്ടാക്കാം. അത് കോപ്പറേറ്റീവ് അല്ല സാർ, അത് ഒരു സംയുക്ത സംരംഭം മാത്രമാണ്. ഞാൻ പറയുന്ന കോപ്പറേറ്റീവ് വേറെ, ഇവർ പറയുന്ന സംയുക്ത സംരംഭം വേറെ. അതായത് ചുരുക്കത്തിൽ നമ്മുടെ മേഖലയെ പൂർണ്ണമായും തകർക്കുകയും കോർപ്പറേറ്റ് കൊടുക്കുന്ന ഏർപ്പാടാണ് ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മുഹമ്മദ് ഹത്ത അബ്ദുള്ള, ആവാസ വ്യവസ്ഥയുടെ നാശം ഉൾപ്പെടെ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട പ്രത്യേക പാരിസ്ഥിതിക അപകട സാധ്യതകൾ എന്തൊക്കെയാണ്? എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ട്രോളേഴ്സ് ഭയങ്കര ഹ്യൂജ് ഫിഷിംഗ് ഗിയർ ആണ്. അത് ബേസിക്കലി ട്രോളിംഗ് ഓൺ ദി സീ ബോട്ടം. ഈ സീ ബോട്ടത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന. ഇതിനെല്ലാം അങ്ങനെ തന്നെ ഈ പല സ്ഥലത്തും ഈ ട്രോളിംഗ് മുഖേന ഉണ്ടായിട്ടുള്ള ഹാബിറ്റാറ്റ് ലോസ്. ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ ഒരു ജീവിയുടെ ആവാസ വ്യവസ്ഥ, അത് വളരെ സീരിയസ് ആയിട്ട് നാശനഷ്ടം വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ സീ മൗണ്ട് എന്നൊക്കെ പറഞ്ഞ വലിയ ഒരു എക്സ്ക്ലൂസീവ് സാധനങ്ങളുണ്ട്. ഈ പാറയുടെയൊക്കെ ഇടയിൽ പല മീനുകൾ, ഇപ്പൊ നമ്മൾക്ക് നല്ല വില കിട്ടുന്ന കറുപ്പ് പോലുള്ള മീനൊക്കെ ഈ പാറയുടെ പവിഴപ്പുറ്റിന്റെ ഒക്കെ ഇടയിൽ കയറിയാണ് നിൽക്കുന്നത്. ഈ ഡീപ് സീ ട്രോളേഴ്സിന് ഇതിന്റെ ഒന്നും ഒരു ഇതുമില്ല. ദേ ആർ ജസ്റ്റ് ട്രോളിങ് എ ഹ്യൂജ് ഗിയർ അലോങ് ദി സീ ഫ്ലോർ. അപ്പൊ അതിൽ കിട്ടുന്ന എല്ലാ സാധനവും ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സെഡിമെന്റ് സസ്പെൻഷൻ വരും വെള്ളത്തിലേക്ക്. ഈ വെള്ളത്തിലേക്ക് സെഡിമെന്റ് സസ്പെൻഷൻ വന്നു കഴിയുമ്പോഴേക്കും ലൈറ്റ് പാസ് ചെയ്യില്ല. ലൈറ്റ് ഉണ്ടായിട്ടാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇപ്പൊ നമ്മുടെ പ്ലാന്റ് ചെടികള് കരയിൽ വളരുന്ന പോലെ കടലിൽ ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന് പറയുന്ന സാധനമുണ്ട്, സസ്യപ്ലവകങ്ങൾ. ഈ സസ്യപ്ലവകങ്ങൾക്ക് ലൈറ്റ് കിട്ടിയിട്ട് അതാണ് സണ്ണിന്റെ എനർജി ഫിക്സ് ചെയ്തിട്ട് അതേ ചെറിയ സൂ പ്ലാങ്ക്ടണും അതിനുശേഷം കുഞ്ഞു മീനുകളും വലിയ മീനുകളും എല്ലാം തിന്നു വളരുന്നത് അതാണ്. അപ്പൊ ഈ ഒരുപാട് സെഡിമെന്റ് ഈ പറഞ്ഞ അജിറ്റേഷൻ ഉണ്ടായി കഴിയുമ്പോഴേക്കും അത് ലൈറ്റ് കട്ട് ചെയ്യും, പ്രൊഡക്ഷൻ ആക്ടിവിറ്റി കുറയും. പിന്നെ വേറൊരു ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോക്കിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മളുടെ സ്പെസിഫിക് ആയിട്ട് ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളുടെയൊക്കെ കായലില് സമ്മർ ആയി കഴിയുമ്പോഴേക്കും ഒരുപാട് ജെല്ലി ഫിഷ് കയറി വരുന്നുണ്ട്. ആൾക്കാർക്ക് മീൻ പിടിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ജെല്ലി ഫിഷ് കയറി വരും? ഇത്ര നമ്പർ ജെല്ലി ഫിഷ് മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എന്താ ഉണ്ടാകുന്നത്? അതായത് ഈ ട്രോളേഴ്സും ഇങ്ങനെയുള്ള ഡിസ്ട്രക്റ്റീവ് ഫിഷിങ്ങിൽ കൂടി ഈ ജെല്ലി ഫിഷിനെ പിടിച്ചു തിന്നിടുന്ന വലിയ മീനുകളെയൊക്കെ അവര് പിടിച്ചെടുക്കുകയാണ്. അപ്പൊ ജെല്ലി ഫിഷിനെ പിടിച്ചു തിന്നാനുള്ള സംവിധാനവും ഇല്ല സിസ്റ്റത്തില്. അപ്പൊ ജെല്ലി ഫിഷ് നമ്പർ വല്ലാതെ കൂടുന്നു. നമുക്ക് ജെല്ലി ഫിഷ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ജെല്ലി ഫിഷ് നമ്മുടെ വലകള് കംപ്ലീറ്റ് ബ്ലോക്ക് ചെയ്യുന്നു. ചെമ്മീക്കെട്ടിന്റെ അകത്ത് വെക്കുന്ന വല പോലും അടഞ്ഞു പോവുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ആവാസ വ്യവസ്ഥയിലുള്ള ഡിസ്ട്രക്ഷൻ പല സ്ഥലത്തും വളരെ വളരെ ക്ലിയർ കട്ടാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ രീതിയിൽ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് സയന്റിഫിക് ആയിട്ടുള്ള അടിസ്ഥാനത്തിൽ പറയുന്നത്. ഇതോടൊപ്പം ഗവൺമെന്റ് മുൻപോട്ട് വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ നയം ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയെയും ആഗോള വിപണിയിൽ അതിന്റെ സ്ഥാനവും വർദ്ധിപ്പിക്കുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിൽ യാഥാർത്ഥ്യമുണ്ടോ? ഓക്കെ, ഐ എഗ്രി. അതായത് ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഫീൽ ചെയ്യാം. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ കുറേയും കൂടി എക്സ്റ്റെൻസീവ് ആയിട്ട് ലാർജ് ഫിഷിംഗ് ബോട്ടുകൾ പോകുന്നു, കുറേയും കൂടി നേരത്തെ ഉണ്ടാകാതെ ഇടുന്ന ഒരു ക്യാച്ച് നമ്മുടെ കോസ്റ്റിലേക്ക് കൊണ്ടുവരുന്നു. അത് നമ്മളുടെ എക്കണോമിയിലേക്ക് നമ്മൾ വിൽക്കുന്നു, കയറ്റുമതി ചെയ്യുന്നു. ലോക്കൽ മാർക്കറ്റിൽ വിറ്റാലും എവിടെ വിറ്റാലും ഇറ്റ് ഈസ് ആഡിങ് ടു ദി GDP ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു 5 years or 10 years ചിലപ്പോൾ നമ്മൾക്ക് ഒരു എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയാം. അതായത് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്ന ബ്ലൂ എക്കണോമിയുടെ ഒരു ഗ്രോത്തിലേക്ക് ഈ പറഞ്ഞ ലാർജ് ട്രോളേഴ്സിന് ഒരു പക്ഷേ കോൺട്രിബ്യൂട്ട് ചെയ്യാം. ദാറ്റ്സ് ഓൺ എ ഷോർട്ട് സ്കെയിൽ. അതൊരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ മാത്രമേ നടക്കുകയുള്ളൂ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ വലുത് മാത്രമല്ല, റിപ്രൊഡക്റ്റീവ് ഏജ് ഇല്ലാത്ത കുഞ്ഞുങ്ങള്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തത് എല്ലാ സാധനങ്ങളും അതിൽ വരെയാണ്. അപ്പൊ ഇനീഷ്യലി നിങ്ങളൊക്കെ അതിനെയൊക്കെ വലിച്ചെറിയും. അതിന്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് അപ്പൊ ഫീൽ ചെയ്യില്ല. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങളൊരു 5 years ഡൗൺ ദി ലൈൻ നിങ്ങൾ നോക്കുമ്പോൾ നമ്മളുടെ ഈ കോസ്റ്റൽ ബെൽറ്റുള്ള ആൾക്കാർക്ക് മീൻ കുറയും, അവരുടെ ഫിഷിംഗ് എബിലിറ്റി തന്നെ വളരെ കുറയും. എന്ന് വെച്ചാൽ സാധനം കിട്ടാതെ അവർ തന്നെ പോവില്ലല്ലോ. അപ്പൊ അതുപോലെ ഇൻ ദി ലോങ് നമ്മളെപ്പോഴും സസ്റ്റൈനബിലിറ്റിയിലേക്കാണ് നോക്കുന്നത്. ഇപ്പൊ സസ്റ്റൈനബിലിറ്റിയുടെ പാർട്ടായിട്ട് ഈവൻ നമ്മളുടെ വലകൾക്ക് മിനിമം ലീഗൽ സൈസ് എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ CAFT പോലെയുള്ള സ്ഥാപനങ്ങൾ ചെയ്തിട്ടുണ്ട്, CMFRI. അതായത് ചെറിയ മീനുകൾ ട്രാപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ പോലും ഈ കൂട്ടമായിട്ടാണ് പലപ്പോഴും മീനുകളൊക്കെ മൂവ് ചെയ്യുന്നത്. ഈ കൂട്ടത്തോടെ വരുന്നതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങളുണ്ടാവും, വലുതുണ്ടാവും, ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ തന്നെ കൂട്ടമായിരിക്കും. അത് മൊത്തത്തിൽ വരുമ്പോൾ ഒരു ബ്ലോക്കായിട്ട് ഈ വലയുടെ എൻഡിലൊക്കെ കോഡ് എൻഡ് എന്ന് പറയും, അവിടേക്ക് ഇങ്ങനെ പുഷ് ചെയ്യപ്പെടും.
ആ പുഷ് ചെയ്തതിന് നമ്മൾ എടുത്ത് പുറത്തിട്ടിട്ടാലും സർവൈവ് ചെയ്യൊന്നും ചെയ്യില്ല. എന്ന് വെച്ചാൽ അത്ര പ്രഷറിൽ അതിന്റെ ഗില്ലും അതിന്റെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ ഡാമേജ് ആയി പോകും. സോ ദേ കനോട്ട് കം ബാക്ക് ടു ലൈഫ്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഈ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഫിഷിങ് ഇല്ലെങ്കിൽ നമ്മളെ ചൂഷണം, ഇത് ആക്ച്വലി ചൂഷണം എന്നുള്ള സാധനം, ഗ്രീഡ് എന്ന് പറയുന്നത് സസ്റ്റെയിൻ ചെയ്യില്ല. ഇൻ ദി ഷോർട്ട് റൺ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം കുറെ പൈസ വരുന്നുണ്ട്, കുറെ എക്കണോമിയിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, ബ്ലൂ എക്കണോമി ഈസ് എ ഗുഡ് തിങ്. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഞാനിപ്പോ ഈ ഇന്നലെയാണ് ഞാൻ ചൈനയിൽ നിന്ന് തിരിച്ചു വന്നത്. ചൈനയിലെ ഇന്റർനാഷണൽ സെന്റർ ഫോർ ഡീപ്പ് ലൈഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ള സ്ഥലത്ത് ഒരു ഇന്റർനാഷണൽ ട്യൂട്ടറായിട്ട് ഞാൻ പോയിക്കായിരുന്നു. അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്ന ആള് 11 കിലോമീറ്റർ അടിയിലുള്ള മാരിയാന ട്രെഞ്ച് വിച്ച് ഈസ് ഡീപ്പസ്റ്റ് പോയിന്റ്, അവിടെ പോയി സാമ്പിള് കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അവിടെ നിന്ന് അവര് കൊണ്ടുവന്ന ചില ഫെറോ മാംഗനീസ് നോഡ്യൂൾസ്, അതും ഈ ബ്ലൂ എക്കണോമിയുടെ പാർട്ടായിട്ട് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനമാണ്. അത് കൊണ്ടുവന്ന് അതിന്റെ ചെറിയ സാമ്പിൾ എനിക്ക് തന്നിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി പ്രഷ്യസ് സാമ്പിൾ. അപ്പൊ അവര് ക്ലിയർ ആയിട്ട് പറയണം ഈ സാധനം അവിടെ കുറെ ഉണ്ട്, നിങ്ങൾ ഇതിനെ തുരന്നെടുക്കുന്ന ഇപ്പൊ ബ്ലൂ എക്കണോമിയുടെ പാർട്ടായിട്ട് നമ്മളും ഡീപ് സീ എക്സ്കവേഷൻ ഓഫ് മിനറൽ റിസോഴ്സസ്, ലിവിംഗ് അല്ല നോൺ ലിവിംഗും ടാർഗറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ നോൺ ലിവിംഗ് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഈ നോൺ ലിവിംഗ് ആയിട്ടുള്ള ഫെറോ മാംഗനീസ് നോഡ്യൂൾസ് എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടായിട്ടുള്ളത് ഒരുപാട് തൗസൻഡ്സ് ഓഫ് മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓഫ് ആക്ടിവിറ്റി, ബയോജനിക് ആക്ടിവിറ്റി, ബാക്ടീരിയയുടെയും പലതിന്റെയും ഒക്കെ ആക്ടിവിറ്റി ആയിട്ട് ഉണ്ടായിട്ട് ഉള്ള സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തുറന്നെടുക്കാം. തുറന്നെടുത്ത് നിങ്ങൾ ചിലപ്പോൾ ഇപ്പൊ ആൾക്കാരെല്ലാവരും ദർ ഇസ് എ റേസ് ഫോർ പ്രഷ്യസ് മെറ്റൽസ്. നമ്മൾ അർജന്റീനയിൽ പോയി മൈൻസ് വാങ്ങിക്കുന്നു, ഓസ്ട്രേലിയയിൽ വാങ്ങിക്കുന്നു, മറ്റേ ലാറ്റിൻ അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും വാങ്ങിക്കുന്നു. ബിക്കോസ് ദർ ഇസ് എ റേസ് ഫോർ ഗെറ്റിംഗ് പ്രഷ്യസ് മിനറൽസ്. അപ്പൊ നമ്മളിപ്പോ നോക്കുമ്പോൾ തോന്നും ഓക്കെ ഇന്ത്യയിൽ ഇത്രയും സാധനമുണ്ട്, നമ്മൾ ഇതൊക്കെ കുറെ കോർപ്പറേറ്റിന്റെയും കൂടി സഹായത്തോട് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം, എക്കണോമി ബൂസ്റ്റ് ചെയ്യാം, ബ്ലൂ എക്കണോമി വിൽ ഗോ ഗുഡ്. പക്ഷേ അറ്റ് ദി എൻഡ് അല്ലെങ്കിൽ ഒരു 10 years ഫ്രം നൗ അല്ലെങ്കിൽ ഒരു 15 years എന്നൊക്കെ പറഞ്ഞ ഒരു ലൈഫ് സ്പാൻ നത്തിങ് ആണ്, ബേസിക്കലി നത്തിങ്. ഒരു സിസ്റ്റത്തിന്റെ ലൈഫിൽ അത് വളരെ കുറവാണ്. അവിടെ നമുക്ക് ഭയങ്കര ഡാമേജിങ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പേഴ്സണലി ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള എന്ത് എക്സ്പ്ലോയിറ്റേഷനും ഞാൻ മൈ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഐ ആം നോട്ട് സപ്പോർട്ടിങ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ചാൾസ് ജോർജ്, ഈ നയം രൂപീകരിക്കുന്നതിൽ പരമ്പരാഗത മത്സ്യബന്ധന സമൂഹങ്ങളുമായി സർക്കാർ വേണ്ടത്ര ചർച്ച നടത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ഇൻപുട്ടുകൾ എന്തായിരുന്നു? ഒരു ചർച്ചയും നടത്തിയിട്ടില്ല സാർ. 2020 ലോകം മുഴുവൻ കോവിഡ് ബാധിച്ചൊരു കാലത്ത് കേരളത്തിലൊക്കെ 4 പേര് ഒന്നിച്ചു ചേരുന്നതിന് തടസ്സമുള്ള കാലത്താണ് ബ്ലൂ ഇക്കോണമി പ്രഖ്യാപിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ഡോക്യുമെൻ്റാണ് കടൽ മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്നത്. രണ്ടാമത്തേതാണ് നേരത്തെ മാറ്റി പറഞ്ഞ പോലെ ആഴക്കടലിലും തീരക്കടലിലുള്ള ധാതു സമ്പത്ത് കൊള്ളയടിക്കുന്നത്. ഞാനിപ്പോൾ വരുന്നത് VSൻ്റെ നാട്ടിൽ നിന്നാണ്. VSനെ സംസ്കരിക്കുന്ന വലിയ ചുടുകാടിൻ്റെ തൊട്ട് കിഴക്ക് 10 കിലോമീറ്റർ അകലെ ആഴക്കടലിൽ നിന്ന് മണൽ ഊറ്റിയെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ ടെൻഡറും ക്ഷണിച്ചിരിക്കുകയാണ്. ആരുടെ ചർച്ച ചെയ്യുന്നു? ഞങ്ങൾ 40 ലക്ഷം പേര് മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ, 4 കോടി പേര് ഇന്ത്യ മുഴുവൻ ജീവിക്കുന്നുണ്ട്. 8000 കിലോമീറ്റർ നീളമുള്ള കടലോരമുണ്ട്. അവിടെയുള്ള മനുഷ്യരോട് ആലോചിക്കണ്ടേ? അവരുടെ ജീവിതം കാണണ്ടേ? അവരെ മനസ്സിലാക്കി എടുക്കണ്ടേ? അതിൽ 67.7% പേരും BPLകാരാണ് സാർ. നിങ്ങളെപ്പോലെ ബിസിനസ് കമ്മ്യൂണിറ്റി അല്ല. BPL എന്ന് പറഞ്ഞാൽ ബിലോ പോവർട്ടി ലൈനാണ്. ഈ ദരിദ്ര നാരായണന്മാരുടെ ജീവിതത്തിൽ മേൽ കട്ടപ്പോയാക്കുന്ന തീരുമാനം വരുന്നത് നമ്മുടെ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യങ്ങളിലും. യൂറോപ്യൻ രാജ്യങ്ങളിലെ കടൽ ടെമ്പറേറ്റ് വാട്ടറാണ്. ആ കടൽ നമ്മൾ വിളിക്കുന്നത് ടെമ്പറേറ്റ് വാട്ടർ, അതായത് ശീതജല സമുദ്രമാണ്. അതിലെ ഓറഞ്ച് റഫി, പാറ്റഗോണിയൻ ടൂത്ത് ഫിഷ്, ബ്ലൂ ലിങ്, ബ്ലൂ വിറ്റിംഗ് തുടങ്ങി ബ്ലൂ സ്റ്റർജിയൻ തുടങ്ങി ഒരുപാട് യാനങ്ങൾ, ഒരു മത്സ്യങ്ങളൊക്കെ തന്നെ ചത്തു തീർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇവിടെയാണ് കുറച്ചെങ്കിലും മത്സ്യമുള്ള രാജ്യം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണുള്ളത്. അതുകൂടി കൊള്ളയടിക്കാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറയട്ടെ, യൂറോപ്പിലൊക്കെ തന്നെ ഓരോ രാജ്യം കൊടുക്കുന്ന സബ്സിഡി, ഇന്ത്യയിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് കൊടുക്കുന്ന സബ്സിഡി അറിയാമോ? വെറും $15. യൂറോപ്പിൽ ഈ പറഞ്ഞ സസ്റ്റൈനബിലിറ്റി പറയുന്ന യൂറോപ്പ്, അതിൽ സ്വീഡൻ കൊടുക്കുന്നത് $62,000 ഒരു തൊഴിലാളിക്ക്. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽജിയം കൊടുക്കുന്നത് $65,000 ഒരു തൊഴിലാളിക്ക്. അതുപോലെ നെതർലൻഡ് കൊടുക്കുക $75,000, ഇന്ത്യക്ക് $15 കൊടുക്കുന്നത്. ഇതാണ് നമ്മളോട് വ്യത്യാസം. ആ $75,000 മേടിക്കുന്ന രാജ്യവും ഇന്ത്യയും തമ്മിൽ WTOക്ക് ഒറ്റയ്ക്ക് മത്സരിക്കാൻ പറഞ്ഞാൽ എങ്ങനെ സാധ്യമാവും? നമ്മൾ പിന്നാക്കം നിൽക്കുന്ന അവസ്ഥയാണ്. ഒരു വികസ്വര രാഷ്ട്രം മാത്രമല്ല നമ്മൾ ഇക്കോണമിയിൽ നമ്മൾ വികസിത രാഷ്ട്രമായിരിക്കാം, പക്ഷെ മത്സ്യമേഖലയിൽ നമ്മൾ ലോ ഇൻകം ഫുഡ് ഡെഫിഷ്യൻറ്റ്, അതാണ് നമ്മുടെ വാക്ക്. ലോ ഇൻകം ഫുഡ് ഡെഫിഷ്യൻറ്റ് രാജ്യമാണ് സാർ. അവിടെ ആൾക്ക് ഭക്ഷണമില്ല, ഉൽപ്പാദനം നടക്കുന്നില്ല.
ഞാൻ ചോദിച്ചില്ലേ 3.4 ലക്ഷം തൊഴിലാളികൾ പോയി മീൻ പിടിച്ച് അവർക്ക് എന്ത് കിട്ടും? അവർക്ക് മത്സ്യം കിട്ടില്ല. യൂറോപ്പിലെ പോലല്ല, അവർ പിടിച്ച് തീർന്നതോ. അവിടെ 25,000 യാനങ്ങൾ ഇപ്പോൾ കട്ടപ്പുറത്താണ്. ഇപ്പോൾ അവരെന്ത് ചെയ്യും? അത് കട്ടം ചെയ്ത് കളയും. അവർക്ക് കാശ് കൊടുത്തിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ചൈന തന്നെ ഒരു മാസത്തിൽ 270 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു യാനത്തിന് കൊടുക്കുന്നത് $10,000. ഇന്ത്യ നൽകുമോ? ഈ മീൻ തപ്പിയെടുക്കാൻ ഇവർക്ക് കൊടുക്കുമോ ഇന്ത്യ ഗവൺമെൻറ്? അയ കൊടുക്കുന്നത് 50% സബ്സിഡി മാത്രമാണ്. അതൊട്ടും വയബിൾ ആകില്ല, ഫീസിബിൾ ആകില്ല. നിങ്ങളുടെ തുടർ നടപടികൾ എന്തൊക്കെയാണ്? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് പദ്ധതി? 4 തവണയും പ്രത്യേകിച്ച് കേരളത്തിലെ ചെറുത്തിൽപ്പെടുന്നത് 77, 81, 91, 2014 ഞങ്ങൾ മുൻകെടുത്ത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. ഞാനും ജോസഫ് സേവ്യറും ഈ ഗവേഷണവും കേരളത്തിലെ ഗവേഷണവും മുഴുവൻ ഇതിനെതിരാണ് സാർ. ഞങ്ങൾ നിങ്ങൾ വിളിക്കുക, ആരെ വേണമെങ്കിലും വിളിച്ചോളൂ. നിങ്ങൾ ഒരൊറ്റ ഗവേഷണ ഈ തീരുമാനം അംഗീകരിക്കില്ല. കേരളം തന്നെ ചെറുത്തുനിൽപ്പിൻ്റെ കേന്ദ്രമായി മാറും. ഞങ്ങൾ കടലിലും കരയിലും ഒറ്റക്കട സമരം നടത്തും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച തീരുമാനം പ്രഖ്യാപിച്ചേക്കാണല്ലോ കടൽ മണൽ ഖനനം ചെയ്യാൻ. ഇന്ത്യൻ ആരും കൊട്ടേഷൻ കൊടുത്തില്ലല്ലോ. ലോകത്തിൻ്റെ സമ്പന്ന മത്സ്യകേന്ദ്രമാണ് കൊല്ലം. ആ കൊയിലോൺ ബാങ്ക് കുത്തിപ്പൊളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല സാർ. ആലപ്പുഴ കുത്തിപ്പൊളിക്കാൻ ഞങ്ങൾ തൊഴിൽ അനുവദിക്കില്ല. VS സാക്ഷിയെടുത്ത് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളെല്ലാവരും കരയിലും കടലിലും അതിശക്തമായ പ്രതിരോധം നിലനിർത്തിയെടുത്തുകൊണ്ട് ഇത് പുനഃപ്രയുടെയും വയലാറിൻ്റെ നാളാണ്. ആ രാജ്യത്തിന് ആ നാടിൻ്റെ മഹത്തായ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒട്ടുമ വയബിൾ അല്ലാത്ത, ഫീസിബിൾ അല്ലാത്ത, തികച്ചും തെറ്റായ ഒരു തോന്നിയവാസം, പ്രിമിറ്റീവ് അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ നടക്കുന്നു. അത് ആദിവാസികളെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റും, അവരെ ആട്ടി ഓടിക്കാൻ പറ്റും, അവരുടെ മാവോച്ചിനെ വിളിച്ചു കൊല്ലാൻ പറ്റും. ഞങ്ങളെ ആരെയും വിളിച്ചു കൊല്ലാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങൾ ശക്തമായ ജനാധിപത്യ മാർഗത്തിലൂടെ അതിശക്തമായ യോജിച്ച സമരം നടത്തും. സാർ ചിരിക്കുന്നത് എന്താണ് സാർ? ഞാൻ ഒരു ഉറച്ച വാദത്തിൽ 4 പ്രാവശ്യങ്ങൾ പരാജയപ്പെടുത്തേണ്ടത്. 4 തവണയും ഞങ്ങൾ പരാജയപ്പെടുത്തി കഴിഞ്ഞ 3 പതിറ്റാണ്ടിനിടയിൽ. ശരി, താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ മുഹമ്മദ് ഹത്ത അബ്ദുള്ള, പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഈ വിഷയത്തിനൊരു പരിഹാരം കാണാൻ സാധ്യമാണോ? അതായത് ഇതിൻ്റെ അകത്ത് ഒരു മെയിൻ ആയിട്ടുള്ള ആസ്പെക്ട്, നമ്മളുടെ ഒരു രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ എന്ന് പറയുന്നിടത്താണ് നമ്മുടെ ഫിഷിങ്ങും കാര്യങ്ങളും. ഇല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ഥലം. അത് അവിടെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട്, പ്രൈമറി പ്രൊഡക്ഷൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ വേറിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമല്ല. അത് മറ്റേ ഡീപ്പ് ഓഷ്യനുമായിട്ട് കണക്റ്റഡ് ആണ്. ഇവിടെ നിന്നുള്ള ഫിഷ് അങ്ങോട്ടേക്ക് പോകാം, അവിടെ നിന്നുള്ള ഫിഷ് ഇങ്ങോട്ടേക്ക് വരാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് പ്രൂവൻ ആയിട്ട്, അതായത് ഞാൻ സയന്റിഫിക് ലിറ്ററേച്ചറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം റീഡ് ചെയ്യുന്ന ആളാണ്. ബിക്കോസ് ഞാൻ ഒരു പ്രോ നേച്ചർ ആയിട്ട് ജീവിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ലോകത്തില് വളരെ ക്ലിയർ കട്ടായിട്ട് ഇതുമായിട്ട് മുന്നോട്ട് പോയി നമ്മൾ ആക്ച്വലി വളരെ പുറകിലാണ്. വി ഹാവ് ലോട്ട് ഓഫ് ഫിഷിംഗ് സമ്പത്തുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ. ഒരു ഇന്ത്യ ഇപ്പൊ 5th ആണെന്ന് തോന്നുന്നു, കറന്റ്ലി ഇന്ത്യ 5th ആണെന്ന് തോന്നുന്നു. ചൈന ഈസ് ലീഡിങ് ഫിഷറീസിൽ, അവരുടെ ഫിഷറീസ് ബേസ്ഡ് എക്കണോമിയിൽ. അപ്പോ ഇതിൽ ലീഡിങ് ആയിട്ടുള്ള നോർവേ, ഇല്ലെങ്കിൽ സ്വീഡൻ, സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രാൻഡ് ബാങ്ക്സ്, ഇല്ലെങ്കിൽ അറ്റ്ലാന്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പൊ സ്കോട്ട്ലൻഡ്, UK, ഇവരെല്ലാവരും തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഫിഷിംഗ് സസ്റ്റൈനബിൾ ആവില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം പുറകിലേക്ക് പോയ ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം, നമ്മളുടെ മുമ്പിൽ ഒരു മോഡൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓൾറെഡി അത് ഒരു പ്രൂവൻ ആണ് ഇത് സസ്റ്റൈനബിൾ അല്ല എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ ചുമ്മാ ഒരു 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 അൺനെസസറി ആയിട്ട് അനദർ എൻവയോൺമെന്റൽ കാറ്റസ്ട്രോഫി ഉണ്ടാക്കുന്നത്? ഒരു കാര്യം ഞാൻ പറയാം വളരെ ക്ലിയർ ആയിട്ട്. അതായത് ലാർജർ നേഷൻസ് എല്ലാം തന്നെ US, ഓസ്ട്രേലിയയില്, ന്യൂസിലാൻഡില്, യൂറോപ്പില് പല സ്ഥലത്തും ഈ സസ്റ്റൈനബിലിറ്റി എൻഷുർ ചെയ്യാനായിട്ട് ക്വാട്ട സിസ്റ്റം വരെ ഉണ്ട്. അതായത് ഇപ്പൊ സപ്പോസ് സാറിന് ഒരു ബോട്ട് ഉണ്ടെന്ന് വെച്ചു, ആ ബോട്ടിന് നിങ്ങൾക്ക് പിടിക്കാവുന്ന ഒരു 5 ടൺ മത്സ്യമാണെന്ന് വെച്ചു, അല്ലെങ്കിൽ 10 ടണ്ണോ 100 ടണ്ണാണെന്ന് വെച്ചു. ആ 100 ടൺ നിങ്ങൾ ചിലപ്പോൾ 10 ദിവസം ചിലപ്പോൾ നിങ്ങൾ ഫിഷ് ചെയ്തപ്പോൾ തന്നെ 100 ടൺ ആയിരുന്നോ. 10 ടൺ വെച്ച് നിങ്ങൾക്ക് മീൻ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ആ കൊല്ലം നിങ്ങൾക്ക് മീൻ പിടിക്കാൻ പറ്റില്ല. നിങ്ങളുടെ എൻടൈറ്റിൽമെന്റ് ഇസ് ഓവർ. അതുപോലെ ഈ പരമ്പരാഗത ഫിഷർമാന് പോലും അത് അവിടെ ആപ്ലിക്കബിൾ ആണ്. അതായത് അവൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ അവന് ഒരു കോട്ടയുണ്ട്, ഇത്ര 1500 കിലോ പിടിക്കാം ഒരു വർഷം. 1500 കിലോന്റെ മേളിൽ നീ വന്നാൽ അത് കിട്ടി, അത് ഒരു 2 മാസം കൊണ്ട് കിട്ടിയ പിന്നുള്ള 10 മാസം അവനാ മീൻ പിടിച്ചത്. അതിന് പിന്നെ ബിക്കോസ് ആ റിസോഴ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നേക്കാണ്. ഇത് നിങ്ങൾ എത്രമാത്രം യൂസ് ചെയ്യാമോ, ദിസ് ഈസ് ദി ലിമിറ്റ്. ആ ലിമിറ്റിന്റെ അപ്പുറത്തോട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിസ്റ്റം ക്രാഷ് ചെയ്യും. ക്രാഷ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് അല്ല, ലോങ് റണ്ണിൽ നിങ്ങൾ എല്ലാവരും പൂറായിട്ട് മാറും. അപ്പോൾ ഈ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് സ്വാഭാവികമായിട്ടും ഈ ഫിഷിംഗ് ഡേയ്സ് ആയിട്ടും ഫിഷർമെന്റെ ലൈവ്ലിഹുഡുമായിട്ടും ഒരു ഇന്റിമേറ്റ് കണക്ട് ഉള്ളത് കൊണ്ട് അതിനകത്തൊരു
ഈസിലി അമേക്കബിൾ സിറ്റുവേഷൻ ഞാൻ എന്തായാലും കാണുന്നില്ല. ബിക്കോസ് ട്രഡീഷണൽ ഫിഷർമെൻ അതിനെ എന്തായാലും ഓപ്പോസ് ചെയ്യും. എന്ന് വെച്ചാൽ അവരുടെ ലൈവ്ലിഹുഡുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. നമ്മളത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇറ്റ് ഈസ് വെരി കണക്റ്റഡ്. അപ്പൊ അതുകൊണ്ട് അവർ പെട്ടെന്ന് അത് എഗ്രി ചെയ്യാൻ സാധ്യതയില്ല. പിന്നെ നേരത്തെ പറഞ്ഞുകൊണ്ട് ഇപ്പൊ നമ്മളോട് ഇപ്പൊ US ഇല്ലെങ്കിൽ യൂറോപ്പോ ഒക്കെ നമ്മളോട് പറയണം അഗ്രികൾച്ചർ സെക്ടറിൽ നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റ് സബ്സിഡൈസ് ചെയ്യുന്നു, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല, ചെറിയ ചീപ്പർ ലേബർ വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യുന്നു. പക്ഷെ വാസ്തവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂറോപ്പിലൊരു ഫാർമറിനോ ഇല്ലെങ്കിൽ ഒരു US ഫാർമറിനോ കൊടുക്കുന്ന സബ്സിഡി ഈസ് ഹ്യൂജ്. നമ്മളിവിടെ ഒരു ചുക്കും കൊടുക്കുന്നില്ല. നമ്മുടെ ഇവിടെ വളരെ മിനിമം ജസ്റ്റ് നെഗ്ലിജിബിൾ ആണ് അവരായിട്ട് കമ്പയർ ചെയ്യും. അത് കൊടുത്തിട്ടാണ് അവർ നമ്മളോട് പറയുന്നത് നമ്മൾ ചീപ്പ് ലേബർ ഉപയോഗിക്കാൻ പാടില്ല, നമ്മൾ അത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഇത്രയും സബ്സിഡൈസ് ചെയ്യാൻ പാടില്ല. ആക്ച്വലി ദെയർ സബ്സിഡി ആസ് ഈ സെഡ് 60,000 65,000 യൂറോയോ അല്ലെങ്കിൽ ഡോളർ എന്നൊക്കെ പറയുന്നത് നമ്മൾ കൊടുക്കുന്നതും എന്താണ്, ഒന്നുമല്ല. അപ്പൊ നമ്മൾക്ക് ആ രീതിയിൽ കൊടുക്കാനും നമുക്ക് പറ്റില്ല. ബിക്കോസ് വി ആർ നോട്ട് ദാറ്റ് റിച്ച്. ശരി. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളുടെ ആൾക്കാരെ എൻഗേജ് ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുക. അവര് മത്സ്യം പിടിച്ച് അവരുടെ ലൈവ്ലിഹുഡ് മീറ്റ് ചെയ്യുന്നുണ്ട്, അവരെ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് അഫക്റ്റ് വരാത്ത രീതിയിൽ ആ വിഭവത്തിന് ഒരു സസ്റ്റൈനബിൾ ആയിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സയന്റിഫിക് ആയിട്ടുള്ള. ഇപ്പൊ ഞാൻ വേൾഡ് ഓഷ്യൻ കോൺഗ്രസ് അടുത്ത് നടത്തും. നമ്മളുടെ പേപ്പറും ഉണ്ടായിരുന്നു. ആക്ച്വലി വി ആർ ഫോർ ദി സീസ് വിച്ച് ഈസ് സസ്റ്റൈനിങ് അവർ ലൈഫ്സ്. അതാണ് മുദ്രാവാക്യം. അതായത് നമ്മളുടെ ജീവൻ നിലനിർത്തുന്ന കടലിന് വേണ്ടി നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ഓപ്പൺ ഓഷ്യൻ വൺ ഓഷ്യൻ കോൺഫറൻസിന്റെ ഒക്കെ തീം തന്നെ. അത്രയും സിഗ്നിഫിക്കന്റ് ആണ് അതിന്റെ റോള്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വ്യക്തമാണ്. ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇന്ത്യൻ കമ്പനികളുടെ വലിയ കപ്പലുകൾക്ക് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുമതി നൽകാനുള്ള സർക്കാരിൻ്റെ തീരുമാനം പരമ്പരാഗത മത്സ്യബന്ധന സമൂഹത്തിന് ആഴത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തുമെന്നുള്ളത് വ്യക്തമാണ്. പരമ്പരാഗത മത്സ്യബന്ധന മേഖലകളിലെ വിഭവശോഷണത്തിലുള്ള സാധ്യതയും അന്യായമായ മത്സരവും കാണാതിരുന്നുകൂടാ. പരിസ്ഥിതി നശീകരണവും നിയമവിരുദ്ധ മത്സ്യബന്ധനവും തടയുന്നതിന് വിപുലമായ നിയന്ത്രണങ്ങളും ചട്ടക്കൂടുകളും ആവശ്യമാണ്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ചാൾസ് ജോർജ്, മുഹമ്മദ് ഹത്ത അബ്ദുള്ള, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ച കാണാം. നമസ്കാരം. താങ്ക് യു.